അതെ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട PM സലാം സാഹിബിന്റെ ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വഖഫ് ബോർഡ് പുനഃസംഘടനയും കോടതിയിലെ കേസുകളും ചർച്ചയാവുമ്പോൾ അമുസ്ലിം പ്രതിനിധികളെ വഖഫ് ബോർഡിൽ തിരികെ കയറ്റാൻ സർക്കാർ കോടതിയിൽ ഒത്തുകളിക്കുന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പച്ചക്കള്ളമാണ് എന്നാണ് സലാം സാഹിബ് പറഞ്ഞത്. അതായത് 2 ഇതര മതസ്ഥരെ വഖഫ് ബോർഡിൽ വെക്കാമെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടില്ല എന്ന് സലാം സാഹിബ് വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയുമ്പോൾ നാട് മുഴുവനും ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, സലാം സാഹിബെ, കോടതിയിൽ അവർ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ അവിടെ എന്തെങ്കിലും സാങ്കേതിക പിഴവുകൾ ഉണ്ടെങ്കിൽ ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്ന് എഴുതി കൊടുത്തത്? ഈ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ കടലാസ് ഒന്ന് നിവർത്തിപ്പിടിച്ചു വായിക്കാൻ ലീഗ് ഓഫീസിൽ ആർക്കും കണ്ണടയില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ സ്വന്തം അണികൾ പോലും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത്. കേന്ദ്രത്തിന്റെ വഖഫ് ഭേദഗതി നിയമത്തെ തെരുവിൽ കട്ട പകയോടുകൂടി നേരിടുമെന്ന് പറയുകയും കോഴിക്കോട് കടപ്പുറത്ത് ലക്ഷങ്ങളെ കൂട്ടി വഖഫ് സംരക്ഷണ റാലി നടത്തി ജനങ്ങളെ വികാരം കൊള്ളിക്കുകയും ചെയ്യുന്ന അതേ ലീഗ് നേതൃത്വമാണ് ഇപ്പോൾ കോടതി മുറിയിൽ സർക്കാരിന്റെ ഇത്തരം ഒളിച്ചുകടത്തലുകൾക്ക് മൗനാനുവാദം നൽകുന്നത് എന്നുള്ളതാണ്. ഹർജിക്കാരുടെ നയങ്ങളോട് വിയോജിക്കാൻ വഖഫ് ഭേദഗതിയോട് ശക്തമായ എതിർപ്പുണ്ടെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോ ഈ പരിശോധനാ നാടകത്തിന് സർക്കാരിന് പിന്നിൽ കൂട്ടുനിൽക്കുന്നത് എന്നുള്ളതിനേക്കാൾ വലിയൊരു വിരോധാഭാസം വേറൊന്നുണ്ട്. ഹൈക്കോടതി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട 4 കേസുകൾ ഒന്നിച്ച് വിചാരണയ്ക്ക് വന്നപ്പോൾ നമ്മുടെ സർക്കാർ വളരെ വിനയപൂർവ്വം പറഞ്ഞു, ആ വ്യവസ്ഥകളെയൊക്കെ പാലിച്ച് ബോർഡ് വേണമെങ്കിൽ ഞങ്ങൾ ഒന്നും കൂടി പുനഃസംഘടിപ്പിച്ചോളാം. അമുസ്ലിം പ്രതിനിധികളെ വെക്കാൻ വ്യവസ്ഥയുള്ള കേന്ദ്ര നിയമപ്രകാരം ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന് സർക്കാർ കോടതിയിൽ സമ്മതിക്കുമ്പോൾ അതിലെ ചതി തിരിച്ചറിയാതെ സർക്കാരിന് ക്ലീൻ ചീറ്റ് നൽകാൻ ബഹുമാനപ്പെട്ട PMA സലാം സാഹിബ് കാണിച്ച ആ ഒരു തിടുക്കമുണ്ടല്ലോ, അത് ശരിക്കും അന്താരാഷ്ട്ര ലെവൽ കോമഡിയാണ്. പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ കൃത്യമായ രാഷ്ട്രീയ ആശങ്കകളെ വെറും കള്ളം എന്ന് വിളിച്ച് തള്ളിക്കളയുന്ന സലാം സാഹിബ് യഥാർത്ഥത്തിൽ വഖഫ് സ്വത്തുക്കളുടെയും ബോർഡിന്റെയും സ്വയം ഭരണാവകാശം ഇല്ലാതാക്കാൻ നോക്കുന്നവർ പരവതാനി വിരിച്ചു കൊടുക്കല്ലേ ചെയ്യുന്നത് ചോദിച്ചാൽ അല്ലാന്ന് പറയാൻ പറ്റില്ല. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കാൻ പറ്റില്ല, ചർച്ചുകളിൽ ഇതര സമുദായങ്ങളെ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് വഖഫ് ബോർഡിലും അമുസ്ലിങ്ങളെ വെക്കുന്നത് ശരിയല്ല എന്ന ലീഗിന്റെ പഴയ വീര്യമുള്ള ഡയലോഗൊക്കെ ഇപ്പോൾ വെറും വാചക കസർത്ത് മാത്രമായി മാറിയിരിക്കുകയാണ്. വഖഫ് ബോർഡ് ICUവിൽ കിടക്കുമ്പോൾ അതിന്റെ ജനൽ കർട്ടന്റെ കളർ ശരിയല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ് PM സലാമിന്റെ ഈ രാഷ്ട്രീയ നിലപാട്. സമുദായത്തെ രക്ഷിക്കാനല്ല, മറിച്ച് സ്വന്തം കസേര ഉറപ്പിച്ചു നിർത്താൻ മാത്രമുള്ളതാണെന്ന് പകൽ പോലെ വ്യക്തം. പുറത്ത് സിംഹത്തെ പോലെ ഗർജിക്കുകയും കോടതിപ്പടവുകളിൽ എത്തുമ്പോൾ പൂച്ചക്കുട്ടിയെ പോലെ മ്യാവൂ മ്യാവൂ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ശൈലി കൊണ്ട് ജനങ്ങളെ എത്ര കാലം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. സലാം സാഹിബിന്റെ കയ്യിലെ ന്യായീകരണം കേട്ടാൽ തോന്നും അദ്ദേഹം വഖഫ് ബോർഡിന്റെ കാവൽക്കാരനല്ല, മറിച്ച് കോടതിയിലെ ടൈപ്പിസ്റ്റാണ്. ഇത്തരം രാഷ്ട്രീയ ഒളിച്ചുകളികൾ വരും ദിവസങ്ങളിൽ സമുദായത്തിനകത്ത് തന്നെ കൂടുതൽ ശക്തമായ ചോദ്യങ്ങൾക്കും തിരിച്ചടികൾക്കും വഴി തുറക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല. ഞാൻ ഈ വിഷയം ആശയപരമായിട്ട് ചോദിച്ചു, എന്റെ തോന്നലുകളെ സമൂഹത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിർത്തുന്നു. നന്ദി.